ഇടുക്കി തോപ്രാംകുടിയിലെ പുന്നപ്ലാക്കൽ എന്ന വീട്ടിൽ ദുരന്തങ്ങൾ വേട്ടയാടുകയാണ്. 6 മാസം മുൻപ് ജസ്റ്റിൻ എന്ന യുവാവിൻ്റെ ആത്മഹത്യ. കുഞ്ഞുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ നഷ്ടമായ ഭാര്യ ഡീനു മാനസികമായി തകർന്നതാണ്. അന്നു മുതൽ വിഷാദ രോഗിയായിരുന്നു. ഭർത്താവില്ലാത്ത ലോകത്ത് നിന്ന് 7 മാസം പ്രായമായ മകനെയും കുട്ടി ആ യുവതിയും യാത്രയായിരിക്കുന്നു. മകൻ ഐഡനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്ന ശേഷമാണ് അമ്മ തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മകൻ ഐഡൻ ജനിച്ച ശേഷം ഡീനു ജസ്റ്റിൻ തോപ്രാംകുടിയിലെ സ്വന്തം വീട്ടിൽ മാതാവ് അച്ചാമ്മയോടൊപ്പമാണ് താമസം. ഡീനുവിന്റെ ഭർത്താവ് ജസ്റ്റിൻ 6 മാസം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ചതു മുതൽ ഡീനു വിഷാദ രോഗിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. രാത്രി ഏറെ നേരമായിട്ടും കുട്ടിയുടെ ശബ്ദം കേൾക്കാത്തതിനെ തുടർന്ന് അച്ചാമ്മ അന്വേഷിച്ചപ്പോൾ കുഞ്ഞ് ഉറക്കമാണെന്ന് ഡീനു പറഞ്ഞു. സംശയം തോന്നിയ അച്ചാമ്മ മുറിയിലെത്തി തൊട്ടിലിൽ നോക്കാൻ ശ്രമിച്ചപ്പോൾ ഡീനു ബഹളം വയ്ക്കുകയും അമ്മയെ പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്തു. ഏറെ നേരത്തിന് ശേഷം വാതിൽ തുറക്കാതെ വന്നതോടെ അച്ചാമ്മ അയൽക്കാരെ വിളിച്ചുകൂട്ടി ജനാലച്ചില്ല് തകർത്തു നോക്കിയപ്പോഴാണ് ഡീനു മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. സമീപവാസികൾ വാതിൽ കുത്തി തുറന്ന് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തങ്കമണി 4 മുക്ക് നസ്രേത്ത് ദേവാലയ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 ഇടുക്കി.